കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടി. ചലഞ്ചിങ് ആണ്. ആരുണ്ടെങ്കിലും കമന്റിൽ വന്നിട്ട് ഞങ്ങൾ ഇത് 2012 ഇറ പ്ലസ് തരാം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 74 ഓടിയിട്ടുള്ളൂ. 1,65,000 225 അല്ലേ? 225 ലോൺ 2,210 വരെ ലോൺ ചെയ്യാം. അപ്പോൾ ഒരു 10-15,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. ഇത് 2011 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. X1 അല്ലേ? X1 പ്രീമിയം വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇത് പുതിയത് വന്നപ്പോൾ 18 രൂപ നല്ല വില ഉണ്ടായിരുന്നില്ലേ? 2017 വന്ന 1.6 SX ഓപ്ഷനിലാണ്. നമ്മള് ശിവരാത്രി സെയിലിൽ വിറ്റത് 23 വണ്ടിയാണ് ഒറ്റ ഡേയില് കൊടുത്തത്. നമ്മളാ എന്താ വില? ഇത് 1,10,000 കൊടുക്കാം. 1/10 2009 70,000 രൂപയ്ക്ക് ഇതും കൊണ്ടുപോകാം. 13 വണ്ടി കേട്ടോ. ഡീസൽ 17 ലാസ്റ്റ് വരുന്ന വണ്ടി, 18 രജിസ്ട്രേഷൻ വരുന്ന i10 ഗ്രാൻഡ് സ്പോർട്സ് ആണ്. ഡീസലാണല്ലേ? ഡീസലാകുമ്പോൾ എല്ലാവർക്കും അറിയാം 25 മൈലേജ് കിട്ടും. അതായത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി എടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ എന്താ പറയുക, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമ്മുടെ മുഹമ്മദ് ഖാൻ്റെ സെക്കൻഡ് ചോയ്സ് തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കംപ്ലീറ്റും നമ്മുടെ സെക്കൻഡ് ചോയ്സിൽ കുറച്ചധികം നല്ല വണ്ടികളുണ്ട്. വളരെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലോ ബഡ്ജറ്റ് വണ്ടികളല്ല. പക്ഷേ മോഡൽ കൂടിയ വണ്ടികൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് എടുക്കാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-35 വണ്ടികളോ നിങ്ങളെ കാണിക്കാനുണ്ട്. അതിനകത്ത് ഇതേപോലത്തെ നല്ല അടിപൊളി വരണം, പുതുപുത്തം വരണമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ ചാനൽ ആദ്യം വരുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. അതായത് ഏറ്റവും നല്ല മോഡൽ വണ്ടികൾ വില കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ എന്തായാലും മുഹമ്മദ് ഖാനെ ഞാൻ രാവിലെ തന്നെ വിളിച്ചു വരുത്തി കേട്ടോ. മുഹമ്മദ് മോർണിംഗ്, എന്തൊക്കെയാണ് പരിപാടികൾ? നല്ലത്. ഒറ്റ ലോ ബഡ്ജറ്റ് ഒന്നും കാണിക്കാനില്ല. ഇതൊരു 2 സെഗ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു വിഷു പെരുന്നാൾ എന്നുള്ളൊരു സ്കീമിൽ ചെയ്യുന്നത്. എല്ലാ വണ്ടിക്കും ലോൺ കാറ്റഗറിയിലുള്ള വണ്ടികൾ, ചില 2012 മുകളിൽ ഏതൊരാൾക്കും നമുക്ക് റെഡി ക്യാഷ് അല്ലെങ്കിലും ലോണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 1 lakh ബിലോ ഉള്ള വണ്ടികൾ നമ്മൾ കഴിഞ്ഞ മാർച്ച് 8 ചെയ്തു ഒരു ശിവരാത്രി സെയിൽ എന്നുള്ള രീതി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളൊരു 1 day പ്ലാൻ ചെയ്തിട്ട് ഒരു 10 days മുന്നേ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം ഇൻഫോം ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും ആ വണ്ടിക്ക് വന്ന് കാണാനും വില പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള ആ 2 സെഗ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് ലോൺ കയറുന്ന വണ്ടികൾ, മോഡൽ കൂടിയ വണ്ടികൾ. അതായത് ചുരുക്കി പറഞ്ഞില്ല 1 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള വണ്ടികൾ പറ്റ കുറവാണ്. ഇതിൽ കമന്റ് വരും അതോടൊപ്പം വില കുറവില്ല, അല്ലെങ്കിൽ വില കുറഞ്ഞ വണ്ടികളില്ല. ആ വില കുറഞ്ഞ വണ്ടികൾ നമ്മൾ അടുത്ത ഇപ്പൊ വിഷു കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്സിലേക്ക് നമ്മൾ ഇതേമാതിരി ഇൻഫോം ചെയ്യും. എന്നിട്ട് അതിലുണ്ടാവും ഫുൾ ഫിൽ ആയിട്ടുള്ള സാധനങ്ങൾ 25 മുതലും 20 മുതലും ഒക്കെ അതിലുണ്ടാവും. ഈ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ലോൺ കയറുന്ന വണ്ടികൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതെ, അതായത് 2 സെഗ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ലോ ബഡ്ജറ്റിന്റെ ഒരു കാറ്റഗറി ഇനി വേറെ വരും. ഇതിപ്പോ ലേശം ബഡ്ജറ്റ് വരുന്ന നല്ല വണ്ടികൾ അല്ലേ? നല്ല വണ്ടികൾ, ലോൺ കയറുന്ന വണ്ടികൾ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ, ആരും മിസ് ചെയ്യണ്ട. ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ കിയ ആണെങ്കിലും ഏറ്റവും പുതിയ മോഡലാണ്. അപ്പൊ അതിന്റെ നമ്മളെ ഇവിടെ തന്നെ ഉണ്ട് വണ്ടികൾ, 1 lakh ബിലോ ഉള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. അതിന്റെ കളക്ഷൻസ് ഇനി കൂടുതൽ വരാനുണ്ട്. അപ്പൊ ഒന്നിച്ച് ഞങ്ങൾ ചെയ്യാന്നുള്ളതിലാണ്. ഇതിൽ കാണിക്കുന്ന ഒരു 35 വെഹിക്കിളും ക്വാളിറ്റി ഉള്ള ലോൺ കയറുന്ന വണ്ടികളും നല്ല വണ്ടികൾ അല്ലേ? ഓക്കെ, എന്തായാലും കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് ചോയ്സിൽ ആദ്യത്തെ വണ്ടി ടൊയോട്ട തന്നെ ആയിക്കോട്ടെ. ഐശ്വര്യമായിട്ട് ടൊയോട്ട തന്നെ തുടങ്ങാം. 2013 ആണ്. പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ 85 ആ റേഞ്ചിലായിട്ടുള്ളൂ. 85 ക്വാളിറ്റി ഉണ്ട്, എഞ്ചിനൊക്കെ കണ്ടീഷൻ ഓക്കെ ആണ്. ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമില്ല കേട്ടോ. ഇല്ല, ഏകദേശം ഒരു 60% കൂടുതൽ ടയറും ഉണ്ട്. അതെ അതെ അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഇതിന്റെ ഫിസിക്കലി ഇതിന്റെ ഹിസ്റ്ററിയിൽ ഉണ്ട്. അത് മേജർ കംപ്ലൈന്റ് ഒന്നുമല്ല. അവര് അത് എന്തായാലും നമ്മൾ നമ്പർ ഹൈഡ് ചെയ്താൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ടൊയോട്ടയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതിന്റെ ഹിസ്റ്ററി കിട്ടും. അതെ അതെ അതെ, കാരണം നമ്പറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ സൈഡ് ഒന്നും ഒരു കുഴപ്പമില്ല. ഉള്ളത് 2 ഡോർ എന്തോ മാറിയിട്ടുണ്ട്. അത് ഒരേ സൈഡിൽ തന്നെ മാറിയത്. അതിന്റെ ഹിസ്റ്ററി ഉണ്ട്. ഡോർ ഫ്രെയിം മാത്രമേ മാറിയിട്ടുള്ളൂ, ഗ്ലാസ് മാറി. മേജർ ആക്സിഡന്റ് അല്ല, വലിയ ഇടിയല്ല. ഒരു 30 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് കയ്യിലുള്ള ഒരാളാണോ? ചെറിയ നെഗോഷ്യബിൾ ആയിരിക്കില്ലേ? യെസ്, ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഇനി ഈ i20 ആണെങ്കിലോ 2,90,000 2013 മാഗ്ന i20 അല്ലേ? മാഗ്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും i20 ആണ്. 4 ടയർ, ഏകദേശം ഫുൾ ടയർ എന്ന് തന്നെ പറയാം. പുതിയ ടയറാണ്. ഇത് നമുക്ക് ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. 2,90,000 റീപ്ലേസ്മെന്റ് ഇല്ല, ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഗ്യാരണ്ടി വണ്ടി. ഓക്കെ, അപ്പോൾ ഒരു 30,000 രൂപ കൈ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. ആ കമ്പനി സീറ്റാണ്, മാറിയിട്ടില്ല. ഒരു സീറ്റ് കവറും കൂടി ചെയ്താൽ വൃത്തിയായി അല്ലേ? അതെ അതെ അതെ. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് മൈലേജ് ആണ്. നല്ല മൈലേജ് കിട്ടും. എന്തായാലും 20-ന്റെ ഉള്ളിലായിട്ട് മൈലേജ് ഉണ്ട്. 2013 എന്തായാലും നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്താലും അറിയാൻ പറ്റും. 3 lakh എബോവ് വണ്ടിക്ക് ഉണ്ട്. ഇത് 2,90,000 തരാം.
ലോൺ വേണ്ട 30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഫുൾ ലോൺ എന്ന് പറയുന്നില്ല, ഇനിഷ്യൽ പേയ്മെന്റ് 30 ഉണ്ടെങ്കിൽ നല്ലൊരു സ്കോർ ഉള്ള ഒരാൾക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ 30 എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടിയേക്കാം. നമ്മൾ പറയുമ്പോൾ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ ഈ ലാൻഡ് ടാക്സ് ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ സിബിൽ സ്കോർ കുറഞ്ഞ ആളോ വന്നിട്ട് പറയും നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞു എന്ന് പറയും. അപ്പം നമ്മൾ സ്കോർ ഉള്ള ഒരാൾക്കുള്ള ഒരു എമൗണ്ട് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ. ഇനി നല്ലൊരു അമിയോ ആണല്ലോ, 2017 പെട്രോൾ എമിയോ, പെട്രോൾ ആണല്ലേ, 83,000 ഓടിയിട്ടേ ഉള്ളൂ. അതെ അല്ലേ? 17 83,000. അതുപോലെ തന്നെ വണ്ടി നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതൊരു 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 2018 മോഡൽ. ഓക്കെ, അതായത് നമ്മുടെ പോളോ തന്നെ സാധനം ഒരു ഡിക്കി വരുന്നുള്ളൂ അല്ലേ? കുറച്ചുകൂടി സ്പേഷ്യസ് ആയിരിക്കും ഉള്ളൊക്കെ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ ഒരു വിഷയമില്ല. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ നീറ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ശരിക്കും ഏതാ വേരിയന്റ് വരുന്നത്? ഇത് കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ ആണ്, ഹൈലൈൻ്റെ നേരെ താഴെ. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരും. വരും. അലോയ് വീൽസ് മാത്രമല്ല, എയർ ബാഗ് വരില്ല എന്നുള്ളൂ, ബാക്കി എല്ലാം മിഡിൽ ഓപ്ഷനിലെല്ലാം വരും. അതെ അതെ അതെ, വണ്ടി നല്ല വൃത്തിയെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല. വില 4 ലക്ഷം രൂപയ്ക്ക്. 4 ലക്ഷം രൂപയ്ക്ക് അത്ര തന്നെ ലോൺ കയറാൻ ചാൻസ്. ചിലത് നിർത്തിയത് കാരണം ഫണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. 3.5 വരെ എന്തായാലും ലോൺ എന്തായാലും കിട്ടൂല. 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ വേണം. ഓക്കെ, 50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ അമിയോ ഇറക്കിക്കൊണ്ട് പോവാം. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ 2013 VDI 13 VDI ഒരു വാഗ്നറിന്റെ ഒക്കെ റൈറ്റ് തന്നെ കൊടുക്കാം നമുക്ക്. 3,55,000 കൊടുക്കാം. ഡീസലാണ്, മൈലേജിന് പിന്നെ നമ്മൾ ഇതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അതെ, ഡിസയറിലും റിഡ്സിലും ഒക്കെ വരുന്ന സെയിം എഞ്ചിൻ. രണ്ട് ഫ്രണ്ടിൽ 2 ടയർ പുത്തൻ ടയറാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഇല്ല അല്ലേ? ഓക്കെ, പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിന്റെ ഇന്റീരിയറിന്റെ ഫോട്ടോ നിങ്ങളൊന്ന് മൂവക്കാൻ മെസ്സേജ് അയച്ചാൽ കാണിച്ചു തരും കേട്ടോ. വാട്സപ്പിൽ ജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം പോസ്റ്റ് അതിലുണ്ട് ഉണ്ടല്ലേ? ഓക്കെ, കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3,55,000 രൂപയ്ക്ക് 2013 വണ്ടി കൊടുക്കും അല്ലേ? ലോണ് 3.15 വരെ ലോൺ അവൈലബിൾ ആണ്. അത്രയും കിട്ടുമല്ലോ. അപ്പോൾ ഒരു 15 രൂപ അല്ല, 15 ഒരു 50 രൂപേൻ്റെ ഉള്ളിൽ. 15 ആകുമ്പോൾ എന്തായാലും 55 അല്ലേ, ഒരു 35-40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കും അല്ലേ? ഇനി ഈ വാഗ്നർ 2012 മോഡൽ വാഗ്നർ VXI നമ്മളെ സ്പെഷ്യൽ റൈറ്റ് പെരുന്നാൾ വിഷു എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റിൽ നമ്മൾ മിഡിൽ ഓപ്ഷൻ വാഗ്നർ ഇത് നമ്മൾ 2,40,000 രൂപ. 2012 വണ്ടി 2,40,000 കേട്ടോ. VXI അല്ലേ? VXI ആണ്, LXI അല്ല. ശരിക്കും VXI എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ അതെ അതെ. 12 ആണ്. ഇതിന് ലോൺ എന്തായാലും 2 lakh വരെ ലോൺ അവൈലബിൾ ആണ്. 40 രൂപ ഉണ്ടെങ്കിൽ ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, ഇതും വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 71,000 കിലോമീറ്റർ ഓടി. എല്ലാ കാര്യം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതെ 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 അതെ, 71 ഓടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും നല്ലൊരു വാഗ്നർ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ അതുപോലെ തന്നെ ടിയാഗോ ആണെങ്കിലോ? ടിയാഗോന്റെ ഒത്തിരി കാലം ഇവിടെ നമ്മുടെ സ്റ്റോക്കിൽ 5 ടിയാഗോ ഉണ്ട്. 5 ഒരേ റൈറ്റിൽ തരാം. 5 അല്ല 4 ടിയാഗോ ഒരേ റൈറ്റിൽ. ഒരു ടിയാഗോ ഓട്ടോമാറ്റിക് മാത്രമേ റൈറ്റ് വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം മാനുവൽ എല്ലാം ഒരേ റൈറ്റിൽ തരാം. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2017 മോഡൽ XM 17 XM അല്ലേ? ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഈ ഒരു നിരയിൽ മൊത്തം 5 വണ്ടി കിടപ്പുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിന് മാത്രമേ റേറ്റ് മാറുള്ളൂ. ആ ബാക്കിൽ ഒരേ നിരയും കാണിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കണ്ട, സെയിം വണ്ടിയല്ലേ അല്ലേ? സെയിം വണ്ടി. പിന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങൾ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. 2018 വരുന്നുണ്ട്, 2017 വരുന്നുണ്ട്. ഓക്കെ, അല്ല ഈ റെഡ് വണ്ടി ഏതാ മോഡൽ? റെഡ് സിംഗിൾ ഓണർഷിപ്പ് 2017 XM. അതെ, അത് എത്ര ഓട്ടോ? 72,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇനി വെള്ളയാണെങ്കിലോ? ഇതിന് ലോണും പറഞ്ഞുതരാം. 3.5 ലക്ഷം കൺഫേം ആണ്. 25 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എത്ര? 25,000 രൂപ കയ്യിലുണ്ടോ? ഈ 4 വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 4 വണ്ടി ഇറക്കണം. അല്ല ഈ വെള്ള ഇപ്പൊ ഏതാ മോഡൽ? ഇത് 17 ആണ്, വെള്ള 18 വരുന്നത്. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്, 58,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇനി ഇതാണെങ്കിലോ? ഈ വെള്ള ഇതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് എൻഡ് XZ ആണ്, 2016. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്, 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വരെ ലോൺ അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഓട്ടോമാറ്റിക്. ഇത് മാത്രമേ റൈറ്റിൽ ഒരു ഡിഫറൻസ് ഉള്ളൂ. 4,45,000 വരുന്നത്. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് മോഡൽ ഏതാ? 2017 ടോപ്പ് എൻഡ് വണ്ടി. ഓട്ടോമാറ്റിക് 53,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. ഇത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇതും നമ്മൾ 3.25 കൊടുക്കും. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2018 ഡീസലാണ്. 18 ഡീസൽ അല്ലേ? XZ വരുന്ന ഡീസലിനാണ് 3.25 വെക്കുന്നത്. XZ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ. ഈ 4 വെഹിക്കിളും 25,000 ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഇതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ കാണുന്നുള്ളൂ. അതായത് 3,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 4 ടിയാഗോ ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഡീസലാണ്. പിന്നെ 4,50,000 ഓട്ടോമാറ്റിക്. 40,000 ഒരു ഓട്ടോമാറ്റിക് വേണ്ടിയിട്ട്. ഇത് നല്ല വൃത്തിയുണ്ട്, കാര്യമായിട്ട് ഒന്നും പറയാനില്ല. കുറ്റം ലോ കിലോമീറ്റർ ആണ്. ബാക്കി എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അല്ലേ? അതും കിലോമീറ്റർ കുറവാണ്. മോഡലും ഉണ്ട്. 2017 18 ആണ് മോഡൽ അല്ലേ? എല്ലാം വരുന്നത്. ഇത് മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല, റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനിയിൽ തന്നെ ഹിസ്റ്ററി എടുത്തിട്ട് തന്നെ വരിക. ഇപ്പൊ ഇവിടെ വന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നല്ല വണ്ടി പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. അവരെ അതായത് ബ്രാൻഡിലേക്ക് ഞങ്ങൾ അയക്കും. പോയി നോക്കിയിട്ട് വണ്ടിയായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരാളെ അവരെ കൂടെ വിട്ടിട്ട് കമ്പനിയിൽ പോയി ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡീൽ ക്ലോസ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രൈസുകളൊക്കെ ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ അല്ലേ? ഇതിലേക്ക് ഇട്ട റൈറ്റ് ആണ്.
അതിലിപ്പം 3.5 വരെ ലോണും കയറുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 25,000 രൂപ കൊണ്ട് പോരെ ഈ 4 വണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഇനി ഈ വാഗണർ ആണെങ്കിലോ? വാഗണർ ഓട്ടോമാറ്റിക് ആണ്, 2018 ഓട്ടോമാറ്റിക്. ഓക്കെ, 18 ഓട്ടോമാറ്റിക് ആണ്. നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വണ്ടി. 65 തരാം വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 66,000 കിലോമീറ്റർ ഓടി. ഓക്കെ. ലേഡീസിനൊക്കെ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അല്ലേ? അതായത് നമ്മൾ ഇവിടെ പോളിഷ് ചെയ്ത് എനിക്ക് വെക്കാറില്ല, മീൻസ് റൈറ്റ് അത്രയും നെഗോഷ്യബിൾ ആണ്. അല്ല, നെറ്റിലാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇതിൽ? നമ്മളെ ചെക്കിങ് കഴിഞ്ഞിട്ട് വെക്കുന്നതാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന മാതിരി പോളിഷോ കാര്യങ്ങളോ ഇല്ല. ഇത് ആഫ്റ്റർ ഡെലിവറിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കും അല്ലേ? വേറെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. നല്ല അടിപൊളി ഇന്റീരിയർ, VXI ആണ്, എല്ലാവിധ ഓപ്ഷൻസും വരും. പിന്നെ 465 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, 66,000 കിലോമീറ്റർ കേട്ടോ. ഓക്കെ, 4,65,000. ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? അതിന് 3,900 ലോൺ കയറും. അപ്പോൾ ഒരു 50 രൂപ ആണോ അല്ലേ? 50 രൂപ ഇറക്കി കൊടുക്കാൻ പറ്റും. ഇത് 2017 ആണ്. അതിന് ഒരു വർഷം താഴെയുള്ള വണ്ടി. 2017 VXI. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്, കിലോമീറ്റർ കുറവാണ്. ഓട്ടോമാറ്റിക്. ഇതാണെങ്കിൽ 4.5 വരും. നമ്മളൊരു 4 lakhിന്റെ അടുത്ത് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ശരിക്കും 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ 4.5 ലക്ഷം രൂപ, 390 ലോണും കയറും. 390, 4 അടുത്ത് നല്ല ഫയലൊക്കെ 4 വരെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഇതിൽ പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു 70% ടയർ ഉണ്ട്. ഇതിൽ നമുക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല? ഒന്നുമില്ല അല്ലേ? നമ്മളിതിൽ പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ 18, 17 രണ്ട് VXI ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആർക്കെങ്കിലും നോക്കണമെന്ന് നോക്കിക്കോളൂ. ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഇനി ഇതാണെങ്കിൽ ഐറ്റംസ് നല്ലൊരു ഓട്ടോമാറ്റിക് തരാം. 2018 സാൻഡ്രോ ഓട്ടോമാറ്റിക്, 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 53,000 കിലോമീറ്റർ ഓടി വണ്ടി, 4,65,000. 4 ലോൺ അവൈലബിൾ ആണ്. 4 ലക്ഷത്തിനും ലോൺ കയറും അല്ലേ? 4 അല്ല, ശരിക്കും പറഞ്ഞാൽ 4-ന്റെ മേലെ കയറേണ്ടതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. ഇതും ഇന്റീരിയർ ആണെങ്കിൽ എക്സ്റ്റീരിയർ ആണെങ്കിൽ ഒരു കംപ്ലൈന്റും ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. സ്പോർട്സ് ആണ് തോന്നുന്നു അല്ലേ? സ്പോർട്സ് ആണ്. അതെ. അപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. 2018 AMT വരുന്നത് 4,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇനി മെയിൻ സാധനം പോളോ. ഒരുപാട് പേർക്ക് റെഡിന്റെ ഫാൻസ് ഉള്ളതാണ്. ഇത് ഡീസലല്ല, പെട്രോൾ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ, 2017 മോഡൽ പെട്രോൾ. നല്ല മോഡൽ കൂടിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഹൈലൈൻ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ വണ്ടി? വേറെ വിഷയങ്ങളോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് സർവീസ് ആണ്. ആകെ 62,000 ഓടിയിട്ടുള്ളൂ. അത് അപ്ഡേറ്റഡ് ഹിസ്റ്ററിയാണ്. ലാസ്റ്റ് സർവീസ് വരെ 60 കയറിയിട്ടുണ്ട്. അതെ. വണ്ടിന്റെ ഒരു വൃത്തി കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ആ ഒരു ക്വാളിറ്റി. ഇനിയും വൃത്തിയാവുന്ന പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി തിളങ്ങുന്നത്. അതെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ഉണ്ട്. പിന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എന്ത് വില വരും? 6,10,000 കൊടുക്കും. 6,10,000 അല്ലേ? ഇതിൽ 5.5 ലോൺ അവൈലബിൾ ആണ്. 5 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു 60 രൂപ കൊണ്ട് വരണം. 17 ഹൈലൈൻ ചെറുതായിട്ടൊരു നെഗോഷിയേഷൻ നോക്കാം, ചെയ്തു കൊടുത്തൂടെ? ഒരു ആക്സിഡന്റ് ഇല്ലാന്ന് ഉറപ്പല്ലേ? ഗ്യാരണ്ടി. ഓക്കെ. മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് ഈ ആക്സിഡന്റോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ്. ഈ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് ഗ്യാരണ്ടി ആണോ? നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് വോക്സ്വാഗൻ ഷോറൂം അവിടെ കൊണ്ടുപോയിട്ട് അവരെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഇത് കൺഫേം എടുത്താൽ മതി അല്ലേ? വീഡിയോ കണ്ടുവരുന്ന ഒരാൾ ഇത് അജുവിന്റെ വീഡിയോയിൽ വന്ന വണ്ടിയാണ് കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് വണ്ടി. 6,10 ഇത് എടുക്കാം കേട്ടോ. ഇതാണെങ്കിലോ? ഇതാണ് 19. ഇതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 63 ഇത് ഓടിയിട്ടുള്ളൂ. പെട്രോൾ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. 2019 ആണ്. 63,000 ഓടിയ ഹൈലൈൻ പെട്രോൾ. ഇതും ഈ പറഞ്ഞ പോലെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നീറ്റാണ്, ഇന്റീരിയർ നീറ്റാണ്. വണ്ടി ഒന്നും നോക്കാനില്ല. ഇത് ഒന്ന് ഗ്യാരണ്ടി. അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, ഗ്യാരണ്ടി ആണ് അല്ലേ? പിന്നെ മെയിനായിട്ട് പോളോന്റെ ഒക്കെ അത്ര മോഡൽ കൂടിയ വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും. നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഉള്ള റൈറ്റ് കമ്പാരിസൺ നടത്തിയിട്ട് ഇങ്ങോട്ട് വരും. അതെ. 63,900 ഓടിയിട്ടുള്ളത്. 63,900 ആണ്. നമ്മൾ എല്ലാം ഇസ്തിരി എടുത്തിട്ടാണ് ഈ എഴുതി വെക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന്റെ വിലയും കൂടി കേട്ടെ. 7,10,000. 7,10 അല്ലേ? 19 7,10,000 രൂപയ്ക്ക് ഹൈലൈൻ ഏറ്റവും 6 വരെ ലോൺ അവൈലബിൾ. 6 വരെ കിട്ടും. അപ്പോഴും ഏകദേശം ഒരു 60,000 രൂപ കൊണ്ടുവരണം. ചെറിയതായിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി തരും. ഇതോ? ഇത് GD 2015 മോഡൽ ഡീസലാണ്. ഇവിടെ വണ്ടി നമ്പർ ആയിട്ട് 5 വർഷമായിട്ടുണ്ട്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. റീ ആണ് കേട്ടോ. റീ ആണ്. ഇവിടേക്ക് നമ്പർ ആയ വണ്ടി. 2015 എത്തിയോസ് ലീവ GD. ഇത് 4,40,000 കൊടുക്കാം. 4 വരെ ലോൺ അവൈലബിൾ. ഓക്കെ. 4 ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാം. പിന്നെ നമ്മൾ കുറേ വണ്ടികളുടെ ഇന്റീരിയർ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ കുറച്ച് നേരത്തെ എടുത്തുകൊണ്ട് സ്റ്റാഫൊന്നും വന്നിട്ടില്ല. കീ ഉള്ളിലായി പോയി. അതുകൊണ്ടാണ്. ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ മുഹമ്മദ് ഖാൻ ചോദിച്ചാൽ മതി. ഇതിപ്പോൾ എത്ര വില പറഞ്ഞത്? 4,45 അല്ലേ? അതായത് 2015 GD പെട്രോൾ നേരത്തെ കാണിച്ചു. ഡീസൽ അതെ. ഒരു ഐറ്റം ഉണ്ടല്ലോ 18 ഡീസൽ, 17 ലാസ്റ്റ് വരുന്ന വണ്ടി, 18 രജിസ്ട്രേഷൻ വരുന്ന
i10 ഗ്രാൻഡ് സ്പോർട്സ് ആണ്, ഡീസലാണ്. ഡീസലാണല്ലേ? ഡീസലാകുമ്പോൾ എല്ലാവർക്കും അറിയാം 25 മൈലേജ് ആണ്. മൈലേജ് കിട്ടും. അതെ, ഇതിന് ഡീസലിന് കംപ്ലൈന്റ് ഉണ്ട്, കൂടുതലായിട്ട് കംപ്ലൈന്റ് വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഡീസൽ. ഗ്രാൻഡ് ഐറ്റനിൽ പെട്രോള് 1200 cc വരുന്നതിന് പ്രശ്നമില്ല. ഇതിന് മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണല്ലേ? ഷവർല ബീറ്റിൽ പറഞ്ഞ മാതിരി തന്നെ, ബീറ്റ് ഡീസലിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ മൈലേജ് ഉണ്ട്, മെയിൻ്റെനൻസ് കൂടുതലാണ്. ഓക്കെ, പക്ഷേ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പണി വരുമൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം വൃത്തിക്കൊന്നും കൊണ്ടുവന്നാൽ മതി. കൊണ്ട് നടക്കാത്ത വിഷയമുള്ളൂ. പ്രോപ്പർ ആയിട്ട് ഓയിലും ഫിൽറ്ററും 5000 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. ഇത് അത് ചെയ്യൂല, നമ്മള് നിരത്തി കൊണ്ട് ഓടും. അതിന്റെ മുകളിൽ വരുന്നതാണ് ടർബോ അടിച്ചു പോകുന്നതും ഓയിൽ അടിക്കുന്നതൊക്കെ. ഇതിപ്പോ 2017 ഡിസംബർ മോഡലാണ്, സ്പോർട്സ് ആണ്. പിന്നെ 1,26,000 ഓടിയിട്ടുണ്ട്. കൊടുക്കാമല്ലോ അല്ലേ? ഇസ്തിരിയുള്ള വണ്ടിയാണ്. എത്രയ്ക്ക് കൊടുക്കുന്നത്? ഇത് 3,90,000 കൊടുക്കാം. 3,90,000 വരെ ലോൺ അവൈലബിൾ ആണ്. 2018 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 20,000 രൂപ കൊണ്ട് വരണം. ഇപ്പൊ ഇവിടെ നിലവിലുള്ളത് ഏറ്റവും വില കുറഞ്ഞ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വണ്ടി അല്ലേ? ഉള്ളിലുണ്ട്. വേറെ 1-2 കൂടി കാണിച്ചു തരാം. ഇതേതാ മോഡലിക്കാ? 2011 മോഡൽ LXi. 11 LXi. LXi സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 50,000 താഴെ ഓടിയിട്ടുള്ളൂ. 1,40,000 1,40,000 2011 വണ്ടി 50,000 കിലോമീറ്ററിന് താഴെ ഓടിയ വണ്ടി. നല്ല വൃത്തിയുണ്ട് വണ്ടി. 10-നൊക്കെ ഉള്ള റേറ്റേ വരുന്നുള്ളൂ. 1,40,000 2011 വരെ. അതെ, അതായത് AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. 1,40,000 രൂപ. പിന്നെ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്ത് ലോ ബഡ്ജറ്റ് വണ്ടി എത്തിയിട്ടുള്ളൂ. വണ്ടി വീഡിയോ അതിനെ വെച്ചാണ്. അതെ, ക്ലീൻ ആക്കിയില്ല അല്ലേ? ഓക്കെ, അതായത് ഈ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഒരു കാരണവശാലും ചെക്ക് ചെയ്യാണ്ട് എടുക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ ലോ ബഡ്ജറ്റ് ആകുമ്പോൾ ഞാൻ പ്രത്യേകം ഒന്നുകൂടി പറയും, കാരണം പുതിയതുപോലെ അല്ലല്ലോ. പുതിയത് നമുക്കിപ്പോൾ ഒരു നോർമലി ഒരു വണ്ടി കംപ്ലൈൻറ്റ് വരുന്ന സമയം നമുക്കറിയാം. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1,40,000 11 വണ്ടി. ഇതും 11. ഇത് 2012 ഇറാ പ്ലസ് തരാം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 74 ഓടിയിട്ടുള്ളൂ. 1,65,000 1.5 വരെ ലോണിനെ കയറും. 15 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ലൊരു ഫയലുള്ള ഒരാൾക്ക് ഇറക്കി കൊണ്ടുപോകും. പിന്നെ വേറെ കാര്യം പറയട്ടെ, അതായത് നിങ്ങളിപ്പോൾ അൾട്ടോ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. ഒരു കംപ്ലൈൻറ്റും വരില്ല. നല്ല വൃത്തിക്ക് ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ അത് തന്നെ മതി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 12 മോഡലും ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു 12 മോഡൽ വണ്ടിക്ക് ഒരു 1.5 രൂപ എന്തായാലും കൊടുക്കണ്ട അൾട്ടോയ്ക്ക്. അതെടുക്കുന്നതിന് ലാഭം ഇതെടുക്കുക അല്ലേ? അതെ. പിന്നെ അത് മാത്രമല്ല 2 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ പവർ വിൻഡോ ഉണ്ടോ? ഇതിലുണ്ട് പവർ വിൻഡോ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഉറപ്പല്ലേ? റീപ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. സീറ്റ് കവർ പഴയതാണ്, പക്ഷെ എന്നാലും വൃത്തികേടൊന്നുമില്ല. ഈ റീപ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ എങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ നമ്പർ നമുക്ക് പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിലും വലിയ കാര്യം നമ്മൾ ഈ വണ്ടി ഇപ്പം ഒരു 60 വരെ ഇസ്തിരിയേ ഉള്ളൂ. 65 ശേഷം ഇവർ കമ്പനി കയറിയില്ല, പുറത്തും സർവീസ് ചെയ്തു. ഗ്ലാസ് പൊട്ടി. ഇതിൽ ഇവരെന്താ ചെയ്യും, ഈ ഇയർ ഇവിടെ 2023 വരുന്നുണ്ടെങ്കിൽ ഇത് മായച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന ടീമുണ്ട്. വേറെ അവിടെ പോയിട്ട് 2012 ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റില്ല. ഇവര് ചിലപ്പോൾ എവിടെന്നെങ്കിലും ഹിസ്റ്ററിന്നോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ അതൊരിക്കലും കമ്പനി ആയിരിക്കില്ലല്ലോ, ഉണ്ടാവില്ല. അതാ വിഷയം. അപ്പൊ അങ്ങനെ വരുന്ന റോങ് കമ്മിറ്റ്മെന്റ് വരും. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ചെക്ക് ചെയ്തിട്ട് തന്നെ എടുത്തോളാൻ പറയും. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. കാരണം നമ്മൾ ഒരു ഗ്യാരണ്ടിയും ഈ പറഞ്ഞ പോലെ പഴയ വണ്ടികളിൽ പറയില്ല. ഒരു ഇയോണും കൂടി കാണിച്ചു തരാം. സെയിം സാധനം കേട്ടോ. കണ്ട അതേ മോഡൽ വണ്ടി തന്നെയാണ്. ഇത് ഏതൊക്കെ മോഡൽ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 34 ഓടിയിട്ടുള്ളൂ. 2,25,000 2017 ഇറ തരാം. ഇതിന് ലോൺ തന്നെ 2,10 വരെ ലോണും ചെയ്യാം അല്ലേ? 2017 മോഡൽ ഇറ പ്ലസ്. കിലോമീറ്റർ കുറവാണ്. 17 12 തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ? ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി വൃത്തി തോന്നുന്നത് 12 അപ്പൊ അത്രയും വൃത്തിയുള്ള വണ്ടിയാണ് 12 എന്തായാലും. പിന്നെ അത് ഓരോ ആൾക്കാരെ യൂസിംഗ് ആണ്. അതെ. 34,000 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, 17 34,000 വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്, മോശമൊന്നുമില്ല. ഇതും AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ഒരു മ്യൂസിക് സിസ്റ്റം അതിനകത്ത് ഇരിപ്പുണ്ട്. എന്തായാലും 2,25 അല്ലേ? 2,25 ലോൺ 2,10 വരെ ലോൺ ചെയ്യാം. അപ്പോൾ ഒരു 10-15,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ളൊരു വണ്ടി. ഇതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിലവിൽ റീപ്ലേസ്മെന്റ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇനി BM ആണെങ്കിലോ? BM ആണെന്നുണ്ടെങ്കിൽ 2011 കേരള വണ്ടിയാണത്. 11 കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി, നമ്പർ ആയ വണ്ടിയല്ല. ഒരുപാട് പേര് ഞാൻ കമന്റിൽ ചോദിക്കും റിയ ആണോ? 1,29,000 ഓടിയിട്ടുണ്ട്. വണ്ടിന്റെ നമ്പർ ഇവിടെ ഹൈഡ് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യാം. സർവീസിൽ അപ്ഡേറ്റഡ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 2011 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. X1 അല്ലേ? X1 അതായത് അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അന്ന് ഇറങ്ങിയ ഒരു വണ്ടിയും കൂടിയാണ്. പിന്നെ ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് മേജർ ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ല, മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. ടയറും കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ അന്നത്തെ. ഫുള്ളിന്റെ നേരെ താഴെയുള്ള. ഓക്കെ, ബാക്കി എന്നാലും ബട്ടൺ സൈഡ് കിടക്കുമ്പോൾ എല്ലാം വരും. സൺറൂഫ് ഇല്ലാന്നുള്ളൂ, സൺറൂഫ് വരും. 6,75,000 രൂപ എടുക്കുക. ഒന്ന് ക്ലീൻ ഹെഡ്ലൈറ്റ് ഒക്കെ കൊടുക്കാം നമുക്ക്. 6.5 ലക്ഷത്തിന് കൊടുക്കാം. 6.5 ലക്ഷത്തിന് കൊടുക്കാം അല്ലേ? 6,50,000. ഓക്കെ, അതായത് ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ തന്നെ വണ്ടീന്റെ ലുക്കേ മാറും. ഇത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ കിട്ടൂലേ? ഇത് കിട്ടൂലേ? X1 ഒക്കെ ഇഷ്ടം പോലെയുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോ. 6.50 ഇത് കൊണ്ടുപോയി ലോൺ കയറുമോ?
ലോണ് 4 ലക്ഷം വരെ ഞങ്ങൾ ഒരു എൻക്വയറി ഇട്ടപ്പോൾ കിട്ടിയിട്ടുണ്ട് 4 ലക്ഷം വരെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നോക്കിക്കോട്ടെ, 4 ലക്ഷം വരെ ലോണും കിട്ടും. പിന്നെ പുതുപുത്തൻ ഒരു വെർണ 2021 സെഡാന് ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഒരു ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസലാണോ? ഡീസലല്ല, പെട്രോളാണ്. SX സിംഗിൾ ഓൺഷിപ്പ് 45,000. ഓക്കെ, ഈ 45,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? കറക്റ്റ് കിലോമീറ്റർ. ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത് 26/7/2021 കേട്ടോ. അപ്പോൾ അത്രയും പുതിയ വണ്ടിയാണ്, വളരെ ലോ കിലോമീറ്റർ ഓടില്ല. പെട്രോൾ ആയതുകൊണ്ട് നിങ്ങളൊരു 12 മുതൽ 15 മാക്സിമം മൈലേജ് പ്രതീക്ഷിച്ചാൽ. ഡീസലാണെങ്കിൽ ഒരു 20 കിട്ടിയാണ് അല്ലേ? 1.6 ആണ് എഞ്ചിൻ. അതെ അതെ അതെ, 1.6 പെട്രോളാണ്. സൺറൂഫ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എത്ര പ്രൈസ് വരുന്നത്? 10,70,000 നമുക്ക് ലോണ് ഇതിനൊരു 9.5 വരെ ലോണും കിട്ടും അല്ലേ? 1 lakh ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇത് പുതിയത് വന്നപ്പോൾ 18 രൂപ വില ഉണ്ടായിരുന്നില്ലേ? എനിക്കൊന്ന് 18 ലക്ഷം രൂപ എങ്ങാണ്ട് ഇതിന് വില ഉണ്ടായിരുന്നു. ഡീസലാണെങ്കിൽ 20 മേലെ വിലയുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിക്കോട്ടോ, വരണ പുതുപുത്തൻ വണ്ടിയാണ്. ഇത് സെയിം സാധനം, കുറച്ച് പഴയ 2017 വന്ന 1.6 SX ഓപ്ഷനിലാണ്. അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 20 താഴെ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ഉള്ള കറക്റ്റ് വണ്ടിയാണ്. പെട്രോൾ തന്നെയായിരിക്കും. പെട്രോൾ തന്നെ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. കിലോമീറ്ററും കുറവാണ്. റീപ്ലേസ്മെന്റ് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇതിന് ലോണ് 6.5 അവൈലബിൾ ആണ്. 75 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കും. അതായത് പിന്നെ പെട്രോൾ ആയതുകൊണ്ടാണ് നോർമലി ഓട്ടം കുറയുന്നത്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നു അല്ലേ? ഇതിൽ 6 എയർ ബാഗ് വരും. SX ഓപ്ഷനിൽ വരുന്ന വണ്ടി. അതെ അതെ അതെ. പിന്നെ ഫ്ലൂയിഡിക് ഷേപ്പാണ് ഇതിന്റെ രണ്ടാമത്തെ ഫേസാണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അല്ലേ? ഓക്കെ, എന്തായാലും നല്ല വൃത്തിയുള്ളൊരു വണ്ടി കേട്ടോ. വില 7 ലക്ഷം, അതിൽ 6 വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 75,000 രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കി കൊണ്ടുപോകാം. ഇത് പെട്രോളാ? ഇത് ഡീസലില് SX 2019 വെന്യൂ സിംഗിൾ ഓൺഷിപ്പ് ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന SX ഓപ്ഷനിൽ. SX ഓപ്ഷനിൽ പറയുമ്പോൾ ഇതും ഏകദേശം 6 എയർ ബാഗ് വരണ്ടാണല്ലോ. ഓപ്ഷനിലുണ്ടോ ഇതിന്? ഓപ്ഷനിലാണ്, അല്ല SX ലാണ്. ഓക്കെ, അതായത് ഓപ്ഷനിലല്ല കേട്ടോ, അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്ന സൺറൂഫ് വരുന്ന വണ്ടി. അതെ അതെ. പിന്നെ മെയിനായിട്ട് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. നല്ല മൈലേജ് കിട്ടും. 20ന്റെ അടുത്ത് വരുന്ന ആണ്. ഡീസലാണ് വണ്ടി. അതെ, 8 ലക്ഷമാണ് വണ്ടിയുടെ റേറ്റ് വരുന്നത്. ഇതിൽ 8 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ്. മാക്സിമം ID ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര ഓട്ടോ എത്രയാ? ഓട്ടോ 1,30,000 ഓടിയിട്ടുണ്ട്. അതെന്തായാലും നോർമലി ഓടും. ഡീസലാണ്, മൈലേജ് ഉണ്ട്, ആൾ ഓടും ചെയ്യും. പക്ഷേ 19 അപേക്ഷിച്ച് കൂടുതലാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ വണ്ടി. ഒരു വിഷയമില്ല. സർവീസിലുള്ളതാണ്. ആപ്കോ ഹുണ്ടായിലെ ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കിലോമീറ്റർ ലേശം കൂടുതൽ ഓടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് നല്ല മൈലേജ് കിട്ടുന്നതുകൊണ്ടാണ്. ചെക്ക് ചെയ്യുക, കമ്പനി കൊണ്ടുപോയി മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി XUV ആണെങ്കിലോ? XUV ആണെന്നുണ്ടെങ്കിൽ 2017 മോഡല് W10 ഓട്ടോമാറ്റിക്. W10 ഓട്ടോമാറ്റിക്. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ. പിന്നെ 17 മോഡൽ എന്ന് പറയുമ്പോൾ XUVൻ്റെ അത്ര മോഡൽ കൂടിയ വണ്ടിയാണ്. ന്യൂ ഷേപ്പാണ്. കിലോമീറ്ററോ? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇതും 1,32,000 ഓടിയിട്ടുണ്ട്. ഇതിന്റെ മേജർ സർവീസ് ഒക്കെ മഹേന്ദ്ര തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ആൾക്ക് വേറെ വിഷയങ്ങളൊന്നും ആണ്. ഫുൾ ലോഡ് വണ്ടി, ഏറ്റവും ഫുൾ ലോഡ്, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് 11,60,000. 11,60,000. ID വാല്യൂന് 12 ഉണ്ട്. ചിലപ്പോൾ നല്ലൊരു ഫയൽ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ളത്. ഈ 10ന്റെ ഒക്കെ മേലെ കയറണമെങ്കിൽ നിങ്ങൾ IT ഒക്കെ ചെയ്യുന്ന ആളായിരിക്കണം. കറക്റ്റ്. ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളിൽ തന്നെ ഇറക്കാൻ പറ്റും. 12 ലോൺ ID ഉണ്ട്. ഓക്കെ, എന്തായാലും ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരികയും ചെയ്യും. ഇനി ഈ കിയ ആണെങ്കിലോ? ഇത് ഒരു പുതിയൊരു സെൽറ്റോസ് കിയക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ? പോന്നോളി. കറക്റ്റ് വണ്ടിയാണ്. ആകെ വണ്ടി ഇറങ്ങിയിട്ട് 1 വർഷം 1 മാസം ആയിട്ടുള്ളൂ. അതെ അതെ, അതായത് 26/3/2023 ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. കിലോമീറ്ററിന്റെ പ്രത്യേകത പറഞ്ഞാൽ 10,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോളില് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. GT ലൈൻ അല്ലേ? ഇതിന്റെ ഓൺ റോഡ് റൈറ്റ് വരുന്നത് 21 സംതിങ് വരുന്നുണ്ട്. 1 വർഷം കൊണ്ട് എടുക്കുന്ന ആൾക്ക് ഒരു 5 lakh ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ 16,50,000. 16 ലക്ഷം രൂപയ്ക്ക് പുത്തൻ വണ്ടി നിങ്ങൾക്ക് കിട്ടും. 23 മോഡൽ, 10,000 ഓടി, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു വിഷയമില്ല. ആക്സിഡന്റ് പ്രിയർ ഇൻബിൽറ്റ് വാറന്റി ഉണ്ട്. എടുക്കുന്ന ടെൻഷൻ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് എന്തായാലും 26 വരെയൊക്കെ വാറന്റി 26 വരെ വാറന്റി ഉണ്ട്. ഓക്കെ, എന്തായാലും നല്ല ഫുൾ ഓപ്ഷനിലുള്ള ഒരു ക്ലീൻ വണ്ടി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. ഓപ്ഷൻസ് വരുന്നത് GT ലൈൻ, GTX പ്ലസ് അതിന്റെ ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ക്ലീൻ വണ്ടി. പുതിയ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇറങ്ങിയ ടയർ 10,000 ജെന്യൂൻ കിലോമീറ്റർ. വേറെ ഒരു വിഷയമില്ല. ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. പുതിയൊരു വണ്ടി എടുക്കുന്ന ആൾക്ക് എന്തായാലും 1 വർഷം പ്രതീക്ഷ പോരാ. മൈലേജ് 12-13 ഉണ്ടാവും. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. 1 വർഷം കൊണ്ട് നല്ലൊരു പൈസ ഡിപ്രിസിയേഷനിൽ ഇത് എടുക്കുന്ന ഒരാൾക്ക് 5 lakhന്റെ അടുത്ത് നല്ല വേർത്താണ് അല്ലേ? ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 സെഡാൻ വണ്ടിയിലും കൂടി കാണിച്ചു തരാം. ഒരു പെട്രോളും 2 ഡീസലും നല്ല ബഡ്ജറ്റ് റേറ്റിൽ തരാട്ടോ. ഇത് ഏതാ മോഡൽ? 2015 മോഡൽ ഡിസൈർ ZXi. പെട്രോളിലെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഡോക്ടർ എംബ്ലം ഉണ്ട്. ഡോക്ടറാണ്.
കിലോമീറ്റർ കുറവാണ്, 82 ഓടിയിട്ടേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ. ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിൽ ബട്ടൺ സൈഡൊക്കെ വരുന്നതല്ലേ? ബട്ടർ സൈഡ് വരുന്നത്. ഓക്കെ, അന്ന് ZXi ആണ് ഏറ്റവും കൂടുതൽ ടോപ്പ് വണ്ടി. ZXi പ്ലസ് ഇല്ല. പിന്നെ അലോ വീൽസ് വരുന്നുണ്ട്, നല്ല ടയർ ഉണ്ട്, ലോ കിലോമീറ്റർ ആണ്, കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പ്രോപ്പർ സർവീസ്. ഓക്കെ, പിന്നെ ഒരു ഡോക്ടർ കൊണ്ട് വണ്ടിയാണ്, അതിന് വലിയ കഥയൊന്നും ഇല്ലെങ്കിലും ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. പിന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻബിൽറ്റ് കമ്പനി. പക്ഷേ അത് നല്ല പുത്തൻ കവറല്ലേ, എന്തിനാ ഒഴിവാക്കുന്നത്? ആവശ്യമുണ്ടെങ്കിലല്ലേ? ചിലർക്ക് അത് ഫെയ്ഡായി അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്ത കവർ ഉപയോഗിക്കാനുള്ളത് അത് നേരായിട്ട് കട്ട് ചെയ്താൽ അടിയിൽ കമ്പനി വരുമ്പോൾ സീറ്റ് കവർ അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തി ഉണ്ടാവും അല്ലേ? എന്താ വില വരുന്നത്? 4,25,000 കൊടുക്കാം. 4,25,000. പിന്നെ 3,900 4 വരെ ലോൺ കിട്ടും അല്ലേ? ഏകദേശം ഒരു 10,25,000 രൂപ കൊണ്ട് വന്നാൽ ZXi ഇറക്കി കൊടുക്കാം. അതെ അതെ. ഇനി ഡീസൽ ആണെങ്കിലോ? 2018 ടിഗോർ ഡീസലാണ്. എത്ര ഓടിയുണ്ട്? ഓട്ടം ഇത് 92,000 ഓടിയിട്ടുണ്ട്. വലിയ ഓട്ടം പറയാം. നല്ലൊരു ഫയലാണോ ഫുൾ അമൗണ്ട് ചെയ്തോ? ഫുൾ ഓൺ ചെയ്യാം. ഓക്കെ, ഇത് ശരിക്കും പിന്നെ നമുക്ക് 3,75,000 കൊടുക്കാം. 3,75,000 2018 ടിഗോർ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടിപൊളി. അതായത് ഇത് മെയിനായിട്ട് പറയുന്നത് ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ്. മൈലേജ് 20ന്റെ മേലെ മൈലേജ് വരും. അതായത് നല്ല മൈലേജ് ഉള്ള ഒരു ലേശം വലിപ്പമുള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ലോങ് പോകാനൊക്കെ. അതെ, ഇത് മാനുവൽ തന്നെ അല്ലേ? മാനുവൽ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, പവർ ഉണ്ടാവും. ഇതും 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. 3 സിലിണ്ടർ വരും. അപ്പം പവറിന് പ്രശ്നമില്ലല്ലോ. പവർ ഇത് വരില്ല. മൈലേജ് ചെറിയൊരു കൂടുതലുണ്ടാവും, അതാണ് ഗുണം കേട്ടോ. ഇപ്പോൾ ടിഗോർ 2018 3,75 ഫുൾ ഓണിൽ 1 രൂപ മുടക്കണ്ട. ഇനി ഇതാണെങ്കിലൊക്കെ 2013 മോഡൽ ഹോണ്ട എമേഴ്സി ഡീസൽ എത്രയായിരിക്കും? 3,20,000 കൊടുക്കാം. 3,25,000 ഒരു വാഗനറിന്റെ പ്രൈസിന് ഹോണ്ടന്റെ ഡീസൽ വണ്ടി കൊടുക്കും. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ടന്റെ ഡീസൽ വണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. കംപ്ലൈൻസ് വളരെ കുറവാണ്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇത് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വിഷയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയ വണ്ടിയാണ്. അതെ അല്ലേ? നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാര്യമായ പ്രശ്നം. എസ് ആണോ? എസ്. അത്യാവശ്യം വേണ്ടുന്ന ഫോട്ടോ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രലൊക്കെ എല്ലാ സാധനം ഉണ്ടാവും. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും കാണുന്നില്ല. പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് അവിടെ ഇവിടെ ഉണ്ടാവും. ടച്ച് ചെയ്യാൻ എടുക്കുന്ന ആൾക്ക് പ്രൈസ് ബെനിഫിറ്റ് ആണ്. എന്തായാലും 3,25,000 2013 വണ്ടി കിട്ടും. അതെ അതെ. നമ്മളൊരു വാഗനർ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ റേറ്റ് കൊടുക്കണം. ഓൾമോസ്റ്റ് 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. 25 ഉള്ളിലായിട്ട് മൈലേജ് വരുന്ന ഒരു ക്ലീൻ വണ്ടി അല്ലേ? എന്തായാലും 3,25,000 നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി എടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും സെക്കൻഡ് ചോയ്സിൽ വരുമ്പോൾ മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം ലോ ബഡ്ജറ്റ് ആണ്. അപ്പോൾ എന്തായാലും അത് ഒട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, വിറ്റത് 23 വണ്ടിയാണ് കൊടുത്തത്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന കളക്ഷൻ ഇതാണ്. ഒന്നാമത് കിട്ടുന്നില്ല, ചില ചൂട് കാരണം നോമ്പ് കാരണം മാറാനുള്ള ഇതായിരിക്കും. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ ഫുൾ കളക്ഷൻ ഒരു 10-30 വണ്ടി ആയിട്ട് നമ്മൾ വീണ്ടും ശിവരാത്രിക്ക് കഴിഞ്ഞ 1 ഡേ സെയിൽ എല്ലാവർക്കും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എടുക്കാം. ഉള്ളതിൽ നമുക്കൊരു 4 സ്റ്റോക്കാണ് ഉള്ളത്. എപ്പോഴും ലോ ബഡ്ജറ്റ് മാത്രമാകുമ്പോൾ കുറച്ച് നല്ല വണ്ടികൾ നോക്കുന്നവർക്ക് ആകെ സങ്കടമാവും. രണ്ട് സെഗ്മെന്റ് ഉണ്ട്, രണ്ടുണ്ട്. നല്ല വണ്ടിക്ക് ഉള്ളതുകൊണ്ട് ലോ ബഡ്ജറ്റിൽ ഒരു 10-25 ആകുമ്പോൾ ഒരു മെഗാ സെയിലും കൂടി നടക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊന്ന് കാണിച്ചേ. മോഡല് 2009 സാൻഡ്രോ. എന്താ വില? ഇത് 1,10,000 കൊടുക്കാം. 1,10,000 2009. 2013 തവണ നിങ്ങൾക്ക് 1,30,000 തരാം. 1,30,000 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 13 മോഡലാണ് ഇത്. ഇനി ബീറ്റ് ആണെങ്കിലോ? ഷവർലെ ബീറ്റ് 1,10,000 തരാം. 1,10,000 2010 പെട്രോൾ ആണ്, പേടിക്കണ്ട. പെട്രോൾ എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിനാണ്. സാധാരണ ഒരു 10ന്റെ സ്വിഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. 1,200 cc വരും. നാനോ 10,000 റുപ്യക്ക് നാനോ കൊടുക്കാം. 70. ഏതാ മോഡൽ? 14 മോഡൽ ടിസ്റ്റ് ആണ്. തേർഡ് 63 ഓടിയ 70,000 രൂപയ്ക്ക് ഇതും കൊണ്ടുപോകാം. 13 വണ്ടി കേട്ടോ. അപ്പൊ ഇത്രയും വണ്ടികൾ ഇപ്പൊ നിലവിൽ ലോ ബഡ്ജറ്റ് ഇവിടെ ഉണ്ട്. സ്റ്റോക്കിലായിട്ടാണ് നമ്മൾ ഒരു സെയിൽ കഴിഞ്ഞതിന്റെ വിഷയമാണ്. നമ്മളൊരു വൺ ഡേയിൽ തന്നെ 3 വണ്ടി ഒറ്റയടിക്കാണ് പോയത്. നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഒരുപാട് പേര് അന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതേമാതിരി ഒരു ഇൻഫർമേഷൻ വീഡിയോ ഒരു 10 days മുന്നേ ചെയ്യാം. എന്നിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ വെച്ചാൽ എല്ലാവർക്കും അതിൽ പങ്കെടുത്തിട്ട് വണ്ടി നോക്കി ചെക്ക് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ വീഡിയോയിൽ ഇങ്ങനെ ഓഫർ ആയിട്ട് ഇടുമ്പോൾ എന്താ വിഷയം വെച്ചാൽ അത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നോന് ഇവിടെ നിയറസ്റ്റ് ഉള്ളവനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് വന്ന് വാങ്ങും. ഈ വീഡിയോ റീച്ച് ആയിട്ട് വരുമ്പോഴും അവർ വന്ന് നോക്കും വണ്ടി പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർക്കുള്ള ഒരു വിഷമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മെഗാ സെയിൽ എന്നുള്ള രീതിയിൽ 1 day സെയിൽ. അതെ, അതെന്തായാലും ഉപകാരമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും എടുക്കാൻ പറ്റും. അത് കുറെ മുമ്പ് നിങ്ങളോട് പറയുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടി. ചലഞ്ചിങ് ആണ്. ആരുണ്ടെങ്കിലും കമന്റിൽ വന്നിട്ട് ഞങ്ങൾ 14,60,000 വരുന്നുണ്ട്. സിട്രോൺ C3 എന്നുള്ള ഈ കമ്പനിയിൽ പുതിയ വണ്ടിന്റെ റൈറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാലും റൈറ്റ് കിട്ടും. നോക്കുക, വണ്ടിന്റെ വാറന്റി വരുന്നത് 7 വർഷം. അതല്ലെങ്കിൽ 1,40,000 കിലോമീറ്റർ. എടുക്കുന്ന ആൾക്ക് ഒന്നുമില്ല. പുതിയൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടോ നേരെ പോന്നോളി, 5 ലക്ഷം റുപ്യ വ്യത്യാസമുണ്ട്. എത്ര മാസം കൊണ്ട്? 8 മാസം കൊണ്ട് അല്ലേ? ഇതിപ്പോ ഏതാ മോഡൽ? ശരിക്കും 2023 7 മാസം ഇറങ്ങിയ വണ്ടി. അതായത് X7 അല്ല, X7 ഡെലിവറി 26/5/2023 ആണ്. 5 മാസം ഇറങ്ങി. അതെ അതെ.
പിന്നെ കാര്യമായ പഴക്കമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്, 8 മാസത്തെ പഴക്കം. 8 മാസം പഴക്കം. പിന്നെ 10000 കിലോമീറ്റർ, 16,000 സംതിങ് ആയിട്ടുണ്ട് ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടി വേറെ ഏതിനേക്കാളും വില കുറച്ച് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ 4 ഡോർ വിൻഡോയും എല്ലാവിധ സാധനങ്ങളും ഇൻബിൽറ്റ് സെറ്റ് വരുന്നുണ്ട്, പവർ വിൻഡോസ് വരുന്നുണ്ട്, അലോയ് വീൽ ഉണ്ട്, അലോയ്സ് ഉണ്ട്. ഈ ഫുൾ ഓപ്ഷൻ തോന്നൂല്ലേ ഇത്? ഫുൾ അല്ല, അലോയ് എക്സ്ട്രാ ചെയ്തതാണല്ലേ. ഓക്കെ. പിന്നെ നീറ്റാണ് കേട്ടോ, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നീറ്റാണ്. നമുക്ക് എന്ത് എത്ര കിട്ടും മൈലേജ് ഒക്കെ? ഇതൊരു കമ്പനി പറയുന്നത് 330 കിലോമീറ്റർ ആണ് വൺ ടൈം ചാർജിങ്ങിൽ. അപ്പോൾ ഞങ്ങളിത് ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു 240 വരെ കിട്ടിയിട്ടുണ്ട്. 240. പക്ഷെ അത് നിങ്ങളൊരു നോർമൽ സ്പീഡ് ആയിരിക്കും. വരുന്ന ആൾക്ക് ഇത് ഓടിച്ചോട്ട് എടുത്താൽ മതി. ഈ പറഞ്ഞ കിലോമീറ്റർ കമ്പനി പറയുന്നത് എയർ ടെസ്റ്റ് മാറ്റുള്ള ഒരു ടെസ്റ്റ് ആണ്. അതിൽ അവർ നോൺ എസിലായിരിക്കും സിംഗിൾ പേഴ്സന്റെ ഡമ്മി വെച്ചിട്ട് റാമ്പിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാ വണ്ടിക്കും ആ പറഞ്ഞ മൈലേജ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് നമുക്ക് കിട്ടിയത്, നമ്മൾ 4 പേര് AC ഓടിച്ചിട്ടുള്ള കിട്ടിയ മൈലേജ് ഒരു ഫുൾ ചാർജിൽ 240 വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതായത് അത് വണ്ടീന്റെ വെയിറ്റ്, നിങ്ങൾ ഓടിക്കുന്ന സ്പീഡ്, ഇതൊക്കെ കണക്കൂട്ടിയാണ് മൈലേജ് കിട്ടുക. ടെസ്റ്റ് അപ്പോൾ വളരെ മാന്യമായിട്ട് ഒരു 60 പോവാണ്, ഒരു കുഴപ്പമില്ലാണ്ട് റാഷ് ഡ്രൈവിംഗ് ഒന്നും ഇല്ലാന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 280 റേഞ്ചിലൊക്കെ എന്തായാലും. ഫുൾ ചാർജിന് നമുക്ക് കോസ്റ്റ് വരുന്നത് കിലോ വാട്ടിലാണ്. നമുക്ക് KCB നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 260 ആ റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ KCB-ന്റെ ആപ്പിൽ പോകുന്നത്. ഓക്കെ. അപ്പോൾ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം 260 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. 1 രൂപ ചെലവിൽ 1 കിലോമീറ്റർ ഓടാട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട, അത്രയ്ക്കും ബഡ്ജറ്റിൽ എടുക്കാം. വിലയും കൂടി 9,90,000. 990 ഫുൾ ലോണും കയറും. ഫുൾ ലോണ് കയറും. ഇതിന് IDV 12 ലക്ഷം ഉണ്ട്. 12 ലക്ഷം ഉണ്ട്. അതെ അതെ അതെ. വണ്ടി പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് 14,60 ഉണ്ട്. അതെ. സെക്കൻഡ്സ് എടുത്തിട്ട് ലോൺ കാണുന്നുണ്ടെങ്കിലും ക്യാഷ് ബാക്ക് വരുന്നൊരു വണ്ടിയാണ്. അതെ അതെ. 9,90,000 രൂപയ്ക്ക് 10 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള ഒരു ഇലക്ട്രിക് വണ്ടി ഇത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി മുഹമ്മദ് ഖാന്റെ സ്വന്തം സ്ഥാനം 2017 ആണ്. ഇത് കാണുമ്പോൾ എല്ലാവരും ആയിരിക്കും 9 10 ആണ്. റൈറ്റ് കാണുമ്പോൾ എല്ലാവരും നട്ടണ്ട. 17 ആണ് ലാസ്റ്റ് കമ്പനി ലാസ്റ്റ് ലാസ്റ്റിലേക്ക് വന്ന വണ്ടി. അതെ. അത് മാത്രമല്ല ഇത് പെട്രോള് CNG അല്ലേ? പെട്രോൾ ആണ്. CNG ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ പെട്രോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. 2,75,000 നമുക്ക് CNG ഇല്ലാതെ കൊടുക്കാൻ പറ്റും. CNG അടക്കാണെങ്കിൽ CNG കിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ 25 രൂപ എടുത്തുള്ളൂ. സെക്കൻഡ്സ് കിറ്റിന് എന്തായാലും 40 ഉണ്ട്. 40 വിലയുണ്ട്. അതെ അതെ. ഒരു 25 ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് CNG കിറ്റ് അടക്കം കൊടുക്കാം അല്ലേ? വണ്ടി ഒരു രക്ഷയില്ല, അത്രയ്ക്കും ക്ലീൻ ആണ് വണ്ടി. അതിന് ടച്ച് സ്ക്രീൻ ഉണ്ട്, എക്സ്ട്രാ ചെയ്തതാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതായത് ഇത്രയും വൃത്തിയുള്ള ഒരു ബീറ്റ് വേറെ എവിടെയും ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. മോഡലുള്ളതിനെ കൊണ്ടാണ്. 17 ആണ്. നമ്മളിപ്പോ ഒരു 17 മോഡല് ഓൾട്ടോണറോ അല്ലെങ്കിൽ ഇയോണോ എടുക്കണമെങ്കിൽ 2.5 കൊടുക്കണ്ടേ? 2.5 കൊടുക്കണം. 2.25 റുപ്യക്ക് നിങ്ങൾക്ക് 1 പോയിന്റ് തരാം. ഇയോണും ഓൾട്ടോയും വരുന്നത് 800 cc ആണ്. ഇത് 1200 cc വരുന്ന ഫുൾ ഓപ്ഷൻ പവറുള്ള വണ്ടി. ഇതിലുള്ളത് നമ്മൾ ZD വരുന്ന എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഡീഫോഗർ വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, റിമോട്ട് ലോക്ക് വരുന്നുണ്ട്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2,75,000 രൂപയ്ക്ക് CNG കിറ്റ് ഇല്ലാണ്ട് ഇതെടുക്കാം. 3 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഫുൾ കിറ്റോട് കൂടി ഇതെടുക്കാം. എന്തായാലും നല്ല മൈലേജ് കിട്ടില്ല CNG ഉണ്ടാവുമ്പോൾ. CNG നമുക്കൊരു ഫുൾ ടാങ്കിൽ ഒരു 200 അടുത്ത് വരെ കിട്ടുന്നുണ്ട്. ഫുൾ ടാങ്ക് അടിക്കാനാണെങ്കിൽ 8 kg കിലോയിലാണ് വരുന്നത്. 600 സംതിങ് വരുള്ളൂ അല്ലേ? അപ്പോൾ 600 സംതിങ് നമ്മൾ 200 അടുത്ത് ഓടുക പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. അതും വിത്ത് AC യിലാണ്. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും നോയിക്കോളൂ. അപ്പോൾ എന്തായാലും സെക്കൻഡ് ചോയ്സിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇത്രയും സമയം കാണിച്ച് ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ മുഹമ്മദ് ഖാനെ കോൺടാക്ട് ചെയ്താൽ മതി. കോൾ കണക്ട് ആയിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ ജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് റിപ്ലൈ പോകും. അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓൾ സ്റ്റോക്ക് അതിലുണ്ട്. അതെ അതെ. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും. ഇവർ അയക്കൊന്നും വേണ്ട, ഒന്ന് നോക്കിക്കോളൂ. മാക്സിമം ഡിസ്കൗണ്ടിൽ എല്ലാ വണ്ടിയും തരും. ഇന്ന് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും